നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ISL ഇനി ഞങ്ങൾ നടത്തിക്കോളാം എന്നാണ് ക്ലബ്ബുകൾ പറയുന്നത്. ഈ ഒരു നിർദ്ദേശം വെച്ച് അവർ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും കായിക മന്ത്രാലയത്തിനും കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സ്പോൺസർമാരൊന്നും വേണ്ട, ഞങ്ങൾ ക്ലബ്ബുകൾ എത്ര ക്ലബ്ബുകളാണോ ISL ഉള്ളത് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ലീഗ് നടത്തിക്കോളാം. ഈ സ്പോൺസർമാർ വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം. ഈ സ്പോൺസർമാർക്ക് ഇന്ത്യൻ കണ്ടീഷൻസ് ഒന്നും അറിയില്ല, ഇന്ത്യയിലെ സാഹചര്യങ്ങളൊന്നും അറിയില്ല, ഇന്ത്യയിലെ ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞങ്ങളെ ഇതിനെ അനുവദിക്കണം. അതിന് പറയുന്ന പേര് ക്ലബ് ലെഡ് മോഡൽ. അതായത് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ലീഗ് നടത്തുക, അതാണ് ക്ലബ് ലെഡ് മോഡൽ. ആ മോഡലിലേക്ക് ISL മാറണം എന്ന് ആവശ്യപ്പെട്ട് ക്ലബ്ബുകൾ കത്ത് കൊടുത്തു കഴിഞ്ഞു. അത് 23-ാം തീയതി ചേരുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രത്യേക യോഗത്തിൽ ചർച്ച ചെയ്യും. ആ യോഗത്തിൽ മറ്റൊന്നും കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. വിദേശ ഏജൻസിയായ ജീനിയസ് എന്ന് പറയുന്ന ഒരു വിദേശ ഏജൻസി മൊത്തം ഈ ISL നടത്താൻ ഞങ്ങൾ തയ്യാറാണ്, സ്പോൺസർഷിപ്പ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. അവർ 20 കൊല്ലത്തേക്ക് 2129 കോടി രൂപയുടെ ഓഫറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചർച്ച ചെയ്യും ആ യോഗത്തിൽ. ഒന്ന്, വീണ്ടും ഒരു സ്പോൺസറെ കൊണ്ടുവരിക, ജീനിയസിന്. അവർ ആയിരക്കണക്കിന് കോടി, അതായത് 2000-ലും മീതെ കോടി രൂപ കൊടുക്കും 20 വർഷത്തേക്ക്. അതാണ് കരാർ. അതിന് തയ്യാറായിട്ട് അവർ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടുത്തെ ക്ലബ്ബുകൾ തന്നെ ഞങ്ങൾ തന്നെ നടത്തിക്കോളാം, ഞങ്ങൾ ഇതിൻ്റെ ലോജിസ്റ്റിക്സും മറ്റും ഒക്കെ ചെലവ് കുറച്ച് വളരെ വൃത്തിയായിട്ട് ഈ ലീഗ് കൊണ്ടു നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ISL ക്ലബ്ബുകൾ തന്നെ ഓഫർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് 23-ാം തീയതി ചേരുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഇതിൽ യോഗത്തിൽ തീരുമാനിക്കപ്പെടുക. എന്തായാലും അതിൽ ഈ ക്ലബ്ബുകൾ ഇത് നടത്തുകയാണെങ്കിൽ നല്ല കാര്യമാണ്. കാരണം ക്ലബ്ബുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്, അവർ പ്രൊഫഷണലാണ്, അവർ ഇത്രയും വർഷത്തെ അനുഭവമുണ്ട്, ഇന്ത്യയിൽ തന്നെ എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്ന ക്ലബ്ബുകളാണ്. അപ്പോൾ ആ ക്ലബ്ബുകൾ തന്നെ ഈ ലീഗ് കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം എവിടെ ചിലവ് കുറയ്ക്കണം, എവിടെ ചിലവ് കൂടണം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ അവർക്കുണ്ട്. ഇത് എങ്ങനെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം, ഇതിൻ്റെ ജനപ്രീതി എന്താണ്, ഇതൊക്കെ നന്നായി അറിയുന്നവരാണ് ക്ലബ്ബുകൾ. അതിൽ ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബ് മാത്രമാണ് അതിന് മാറി നിന്നിട്ടുള്ളത്, അവരതിന് തയ്യാറല്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാ ക്ലബ്ബുകളും ISL ഈസ്റ്റ് ബംഗാൾ ഒഴികെയുള്ള എല്ലാ ക്ലബ്ബുകളും അതിന് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും 23-ാം തീയതിയിലത്തെ യോഗത്തിൽ ഇനിയും സ്പോൺസർഷിപ്പാണോ വരിക, ജീനിയസ് അത് ഏറ്റെടുക്കുമോ അതോ ക്ലബ്ബുകൾക്ക് ഈ ലീഗ് വിട്ടുകൊടുക്കുമോ എന്നുള്ളത് നമുക്ക് അറിയാം. 23-ാം തീയതിയിലെ ഫുട്ബോൾ ഫെഡറേഷൻ്റെ യോഗത്തിൽ അതിനൊരു തീരുമാനമാകും.